ദാരുണമായ സംഭവം. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വയോധികനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഏകദേശം 1 മാസത്തോളം പഴക്കമുള്ള മൃതദേഹം അസ്ഥികൂടം മാത്രമായ നിലയിലാണ് കണ്ടെത്തിയത്. കരകുളം നെല്ലിവിള ജയാഭവനിൽ രവീന്ദ്രനാണ് മരിച്ചത്. പാളയം മാർക്കറ്റിലെ മുൻ പച്ചക്കറി വ്യാപാരിയായിരുന്നു ഇദ്ദേഹം. കഴിഞ്ഞ 1 മാസക്കാലമായി രവീന്ദ്രനെ പുറത്ത് കണ്ടിരുന്നില്ല. തുടർന്ന് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ പെൻഷൻ തുകയുമായി വീട്ടിലെത്തിയെങ്കിലും പ്രതികരണമൊന്നും ലഭിച്ചില്ല. ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴേക്കും വീട് അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. സംശയം തോന്നിയതിനെ തുടർന്ന് നാട്ടുകാരെ വിവരമറിയിച്ചു. തുടർന്ന് മറ്റൊരു സ്ഥലത്ത് താമസിക്കുന്ന രവീന്ദ്രന്റെ മകനെ വിളിച്ചു വരുത്തി വീട് തുറക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. വിവരമറിഞ്ഞ നെടുമങ്ങാട് പോലീസ് സ്ഥലത്തെത്തി വാതിൽ പൊളിച്ച് അകത്തു കടന്നപ്പോഴാണ് കട്ടിലിൽ മൃതദേഹം അസ്ഥികൂടമായി മാറിയ നിലയിൽ കണ്ടെത്തിയത്. പ്രാഥമിക പരിശോധനയിൽ തന്നെ മൃതദേഹത്തിന് 1 മാസത്തോളം പഴക്കമുള്ളതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 5 വർഷം മുൻപ് ഭാര്യ ലളിത മരണപ്പെട്ട ശേഷം രവീന്ദ്രൻ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. ജയകുമാർ, ഗിരീഷ് കുമാർ, ലതകുമാരി എന്നിവരാണ് മക്കൾ. മൃതദേഹം സംസ്കരിച്ചു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.